OBC എന്ന് പറയുന്ന ന്യൂസ് ചാനലിൻ്റെ ഒരു ജേർണലിസ്റ്റാണ് കാർത്തിക എസ് എന്ന് പറയുന്ന പെൺകുട്ടി. ആ കുട്ടി ഒരു അന്വേഷണം, അതായത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നുള്ള നിലയ്ക്ക് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു കാര്യം വെളിയിലേക്ക് കൊണ്ടുവന്നു. അത് പറയാതിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ അത് നമ്മുടെ രാജ്യത്ത് ഹെയ്റ്റ് ക്രൈം, അതായത് വിദ്വേഷം മൂലമുള്ള ക്രിമിനൽ കുറ്റങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കുട്ടി ഇപ്പോൾ പുറത്തോട്ട് കൊണ്ടുവന്നത്. ഒരു വിദ്യാസാഗർ എന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞിനെ, 7 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നിട്ട് അതിന് ഒരു നദിയിലെറിഞ്ഞു. UP-യിലാണ്. ഒരു നദി എറിഞ്ഞു. അത് എന്തെന്നറിയാം, അവസാനം സംഭവം ഇതങ്ങോട്ട് വന്നു. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇസ്ലാമോഫോബിയ ആക്കണമല്ലോ. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നറിയോ, എക്സിലും, അതായത് എക്സ് എന്ന് പറയുന്നത് നേരത്തെയുള്ള ട്വിറ്റർ, നമ്മൾ പറയുന്ന ട്വിറ്റർ, അതുപോലെ ഫേസ്ബുക്കിലും ഒരുത്തന്നെ ഒരു പോസ്റ്റ് ഇട്ടു കേട്ടോ. അതായത് അവർ റൈറ്റ് വിങ് ഹിന്ദുത്വ അക്കൗണ്ടിലാണ് ആ പോസ്റ്റ് ഇട്ടേക്കുന്നത്. ആ പോസ്റ്റ് ഇട്ടത് വന്നേക്കുന്നത് ഒരു ഹിന്ദുത്വ ഡോൺ എന്ന് പേരുള്ള ഒരുത്തനാണ്. പേര് വേറെ ആയിരിക്കും, പക്ഷേ ഹിന്ദുത്വ ഡോൺ എന്നാണ് അവനെ അതിലെ പേര്, ഈ എക്സിൽ കൊടുത്തേക്കുന്ന പേരും ഫേസ്ബുക്കിൽ കൊടുത്തേക്കുന്ന പേരും. ഫെബ്രുവരി 14 ഈ പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഈ പോസ്റ്റ് എന്തറിയോ, ഈ വിദ്യാസാഗർ എന്നുള്ളതിന് പകരം മുഹമ്മദ് അക്രം എന്ന് പറയുന്ന ഒരുത്തൻ അവൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ ബലാത്സംഗം ചെയ്ത് 9 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് നദിയിലെറിഞ്ഞു എന്നതാണ് ആ ന്യൂസ് കൊടുത്തത്, അതിനകത്ത് വന്നത്. അപ്പോൾ ഇത് ഈ പെട്ടെന്ന് വിദ്യാസാഗർ എന്ന് പറയുന്നവൻ, വിദ്യാസാഗർ യാദവ് എന്നാണ് അവൻ്റെ പേര്, അവൻ പെട്ടെന്ന് മുഹമ്മദ് അക്രമായിട്ടങ്ങ് മാറി. അപ്പോൾ അവൻ്റെ സ്വന്തം സഹോദരൻ്റെ മകളെ റേപ്പ് ചെയ്ത് കൊന്നു, ബലാത്സംഗം ചെയ്ത് കൊന്നു അത് നദിയിലെറിഞ്ഞു എന്നുള്ളതാണ് ഈ വന്നേക്കുന്ന വാർത്ത. ഇതിൻ്റെ ക്യാപ്ഷൻ, ഇതിൻ്റെ ഹെഡിങ് അതാണ് ഈ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഈ ഏതാണ്ട് ഫെബ്രുവരി 21 ആയപ്പോഴത്തേക്ക് ഈ പോസ്റ്റിന് ഭയങ്കരമായിട്ടുള്ള കാഴ്ചക്കാർ, വ്യൂവർഷിപ്പ് വന്നു. അത് 1,29,000 പരം ആളുകൾ അത് കണ്ടു. 544 ലൈക്സ്, 344 കമൻസ്, പിന്നെ റീപോസ്റ്റുകൾ 416, ഇത്രയും വന്നു. അപ്പോൾ ഇതിന് വരുന്ന കമൻറ്റ് നോക്കണം. അതിനകത്ത് ഒരുത്തൻ എഴുതിയ കമൻറ്റ് വളരെ വല്ലാത്ത ഒരു കമൻ്റാണ്. മുഹമ്മദ് എന്നാണ് പേരെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് വേറെ ചിന്തിക്കണം എന്നുള്ളതാണ് ഒരുത്തൻ എഴുതിയേക്കുന്നത്. പിന്നെ ഈ ഭക്തപ്രഹ്ലാദ് എന്ന് പറയുന്ന മറ്റൊരു ഒരു ഇതുപോലെ ട്വിറ്റർ അക്കൗണ്ട്, ആ അക്കൗണ്ടിൽ എഴുതിയ 35,000 ഫോളോവേഴ്സ് ഉള്ളതാണ്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് ജിഹാദികൾ അവരുടെ സഹോദരൻ്റെ മോളെ പോലും വെറുതെ വിടുന്നില്ല, പിന്നെ അന്നോ ഹിന്ദു പെൺകുട്ടികളെ. ഇതാണ് ഈ കമൻറ്റുകൾ. അപ്പോൾ വളരെയധികം കമൻറ്റുകൾ ഇതേപോലെ വരാനിടയാക്കി ഇത്. അപ്പോൾ ഇത് ആലോചിക്കണം, ഫെബ്രുവരി 14 ഈ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നിട്ട് പക്ഷേ അനുകൂലം ഇതിനെതിരായിട്ട് കുറേ ആളുകൾ കമൻ്റ് എഴുതി. നല്ല ആളുകൾ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. അവരെഴുതി, ഇത് യഥാർത്ഥ വിദ്യാസാഗർ എന്ന് പറയുന്ന ഒരുത്തനാണ്, അവൻ ഹിന്ദുവാണ്, അത് മുഹമ്മദ് അക്രം എന്ന് പറയുന്ന ഒരുത്തനല്ല. ഇപ്പം നീ ചോദിച്ചത്, എഴുതിയവൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പം നീ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മൊത്തം കമ്മ്യൂണിറ്റിയെ, അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് നീ തെറി പറയുമോ ഇതിന്, ഒരു റേപ്പിസ്റ്റിന് വേണ്ടി എന്ന് ഒരാൾ കമൻ്റ് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളാണ്. വിദ്യാസാഗർ 35 വയസ്സുള്ളവനാണ്, അവൻ ചെയ്ത പണിയാണിത്. അവന് ചെയ്ത എന്താണെന്നറിയോ, ജാനുവരി 11, അതായത് ഇവൻ്റെ ജ്യേഷ്ഠൻ്റെ മോള് 7 വയസ്സേ ഉള്ള പെൺകുട്ടിക്ക്, അവർ പ്രൈമറി സ്കൂളിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണത്. അപ്പോൾ അവിടെ ഇവൻ ചെന്നിട്ട് ഈ കുട്ടിയെ, അതായത് കുറച്ച് ഏതോ സാധനം വാങ്ങണം, അതിന് പേസ്റ്റ്, ഷാമ്പു ഒക്കെ വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞ് ഈ കുട്ടി ചെന്നു. അപ്പോൾ പ്രിൻസിപ്പലിനെ കണ്ടു. പിന്നെ പ്രിൻസിപ്പൽ നോക്കിയപ്പം ഈ കുട്ടിയെ അവനെ തിരിച്ചറിഞ്ഞു, കാരണം ചിറ്റപ്പനല്ലേ. അവനെ സൈക്കിളെ കയറ്റി ഈ കുട്ടിയെ കൊണ്ടുപോയി. ഇപ്പം തിരിച്ച് സ്കൂളിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്.
ഈ കുട്ടിയെ നേരെ ഗോതമ്പ് പാടത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അതിനെ ബലാത്സംഗം ചെയ്തു. ഒരുപാട് മുറിവേൽപ്പിച്ച് കഷ്ടപ്പെടുത്തിയിട്ട് ആ കുഞ്ഞിനെ കൊന്നിട്ട് അവിടെ പിന്നെ ഈ ജരാഹി റിവർ നദി എന്ന് പറയുന്ന ജരാഹി നദിയിലേക്ക് എറിഞ്ഞു ഈ കുഞ്ഞിനെ. അങ്ങനെ ചെയ്തേ, അതിൻ്റെ ഡെഡ് ബോഡി എറിഞ്ഞു. ഇതാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ ദിയോറ പോലീസ്, ദിയോറിയ എന്ന് പറയുന്ന സ്ഥലത്താണ്, യു.പിയിലെ ദിയോറിയ എന്ന് പറയുന്ന സ്ഥലത്താണിത്. ആ ദിയോറിയ പോലീസ് ഉണ്ടല്ലോ, ഈ വിദ്യാസാഗർ എന്ന് പറയുന്ന വിദ്യാസാഗർ യാദവാണ് പ്രതി, മുഹമ്മദ് അക്രം അല്ല എന്ന് അവരുടെ എക്സ്പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഇത്. എന്നാൽ അവർ എന്താണെന്നറിയോ, അവരെവനെ അറസ്റ്റ് ചെയ്തു 13-ാം തീയതി, ഫെബ്രുവരി 13-ാം തീയതി വിദ്യാസാഗർ എന്ന് പറയുന്നവനെ അറസ്റ്റ് ചെയ്തവൻ ജയിലിലാണ്. എന്നിട്ടാണ് അത് മുഹമ്മദ് അക്രം ആണ് എന്ന് പറഞ്ഞ് ഇതേപോലുള്ള വർഗീയ വിദ്വേഷം പരത്തുന്ന പോസ്റ്റുകൾ ഇട്ടത്. പോലീസ് പറഞ്ഞു ഈ മുഹമ്മദ് അക്രം എന്ന് പറയുന്ന ഒരുത്തനെ അങ്ങ് അറിയില്ല, അവനല്ല, അങ്ങനെ ഒരുത്തനല്ല ഇത് മുസ്ലിം കുട്ടിയല്ല ഈ മരിച്ചത്, യമൻ മുസ്ലിമും അല്ല, വിദ്യാസാഗർ യാദവാണ്, അവൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെയാണ് അവൻ കൊന്നത്. അപ്പോൾ ഈ പറഞ്ഞവന്മാർ, ഈ കമനിട്ടവന്മാരും ഈ വൃത്തികെട്ടവന്മാരും എല്ലാം ഇനി പറയുമോ ഇതുപോലെ? അങ്ങനെ ആണെങ്കിൽ ഹിന്ദുക്കളെല്ലാം ഇങ്ങനെ അവരുടെ മക്കളെ ഇതുപോലെ ചെയ്യുന്നത്, അവരുടെ ബ്രദേഴ്സിൻ്റെ മക്കളെപ്പോലും അവർ പെൺകുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടത്തില്ല. പിന്നെയാണോ മുസ്ലിങ്ങളെന്ന് ആരെങ്കിലും പറയുമോ? അങ്ങനെ പറയൂ? ഇനി ഇതിന് മറിച്ച് പറയൂ? അതുപോലെ ഈ ഹോളി മന്തിലാണ് മുഹമ്മദ് നബിയെ അതിനാ പറഞ്ഞേക്കുന്നത്, മുഹമ്മദ് എന്നാ പേരെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിനകത്ത് അതിശയിക്കാനൊന്നുമില്ലെന്ന് ഒരുത്തൻ്റെ കമൻറ്റാണ്. ഇത്രയും വർഗീയ വിദ്വേഷം ഈ വിതയ്ക്കുന്ന കമൻറ്റുകൾ, ഇങ്ങനെ വർഗീയ വിദ്വേഷം മൂലമാണ് ഒരുപാട് പ്രശ്നങ്ങൾ, കലാപങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. ഇത് ഹെയ്റ്റ് ക്രൈം ആക്കണമെന്നും ഒക്കെ സുപ്രീം കോടതി അടുത്ത സമയത്ത് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്, അടിക്കടി ഉണ്ടാകുന്നത് കൊണ്ടാണ്. പക്ഷേ നോക്കിക്കോണം, ഫെബ്രുവരി 13-ൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതി, അവനൊരു ഹിന്ദുവാണ്, അവനെ മുസ്ലിമായി ചിത്രീകരിച്ചുകൊണ്ട് ഫെബ്രുവരി 14-ന് ഒരു പോസ്റ്റ് ഇട്ടേക്കാണ് എക്സിൽ. അവനെതിരെ കേസെടുക്കണ്ടേ? ഇത്രത്തോളം വർഗീയ വിദ്വേഷം ഉണ്ടാക്കാനായിട്ട് ഉള്ള സംഭവം ഉണ്ടാക്കിയതിന് അവനെതിരെ കേസെടുക്കണ്ടേ? അതുപോലെ ഈ പോസ്റ്റ് പങ്കുവച്ചേക്കുന്നവന്മാർക്കെതിരെ എല്ലാം കേസെടുക്കണ്ടേ? ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വെളിയിൽ വന്നതാണ്. വളരെ മ്യൂട്ടിലേറ്റഡായി ആ ബോഡിയാണ്, കാരണം അത്രത്തോളം ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട്, അത്രയും വൃത്തികെട്ടവനാണ് അവൻ. അപ്പം ഇങ്ങനെയുള്ള ഒരുത്തിന് വേണ്ടി പോസ്റ്റ് ഇട്ടേക്കാണ്, അവൻ്റെ പേര് മാറ്റി. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഇവൻ ഇനി അങ്ങ് മുസ്ലിം ആയിരുന്നെങ്കിൽ എന്തുമായിരുന്നു എൻ്റെ സംഭവം എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അവിടെ കണ്ട മുസ്ലിങ്ങളെല്ലാം അടിച്ചു കൊന്നേനെ, അതല്ലേ ലഹളയ്ക്ക് ഉള്ള ഒരുക്കമല്ലേ? പക്ഷെ അവിടെ കുറേ നേരായ ബുദ്ധിയുള്ള ആളുകളുണ്ട് അവിടെ. അവർ ഏതായാലും ഇത് മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു പറഞ്ഞു, ഇത് മുസ്ലിമല്ല, ആ പ്രതി ഹിന്ദുവാണ് എന്നവർ തീർത്ത് പറഞ്ഞു. അവർ പോസ്റ്റ് വിട്ടിട്ടുണ്ട്. ഇനി ഇവനെതിരെ കേസെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് നമ്മുടെ യോഗിയുടെ പോലീസല്ലേ, യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് ആകുമ്പം ഇതിനകത്ത് കേസൊന്നും എടുക്കത്തില്ല. കാരണം ഒരു മുസ്ലിമിനെ അല്ലേ പറഞ്ഞ, വേറെ ആരെല്ലല്ലോ പറഞ്ഞത്, ഒരു കുഴപ്പമില്ല, ഇരിക്കട്ടെ അവന്മാർക്ക് എന്നേ വിചാരിക്കുള്ളൂ. പക്ഷേ ഇത് ഒരു വലിയ തെറ്റായ പ്രവണതയാണ്. ഈ പെൺകുട്ടിക്കുണ്ടല്ലോ വളരെ വലിയ അഭിവാദ്യങ്ങൾ, കാരണം ഇത് വെളിയിലേക്ക് കൊണ്ടുവന്നതിന്. കാരണം ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ഒരു ന്യൂസാണ്. ഏതായാലും അത് വെളിയിലേക്ക് കൊണ്ടുവന്ന ഈ OBC ചാനലിൻ്റെ കാർത്തികേയ എസിന് 100 അഭിവാദ്യങ്ങൾ.